ഹൈ കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ സാധാരണ വിരൽ നടിയിൽ വിളവെടുപ്പ് ഒക്കെ കാണിക്കാനാണല്ലോ. ഇന്ന് അതൊന്നുമല്ല. ഇന്ന് മോളിപ്പം ദുബായിന്നൊക്കെ വന്നിട്ടുണ്ടല്ലോ. മോൾ ദുബായി വന്നിട്ട് അപ്പം വരാൻ തന്നെ കാരണം പ്രഗ്നന്റ് ആണ്. പ്രസവ സംബന്ധമായ കേസുമായിട്ടാണ് വന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോവുക, ഹോസ്പിറ്റലിലേക്ക് പോവുക. ഇതുവരെ ദുബായിലാണ് കാണിച്ചിരുന്നത്. ഇപ്പൊ മാസം ചെക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ, ചെക്കപ്പ് ഒക്കെ ഉണ്ടല്ലോ ഇതിന്. അപ്പൊ ഞങ്ങള് മോളെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോവുക. മോൻ ഇവിടെ ഇല്ല. അപ്പം മോനില്ലാത്തത് കൊണ്ട് ഞങ്ങൾ രണ്ടാളും ആണല്ലോ ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത്. മോൻ വരുന്നത് പ്രസവ ആ സമയമാകുമ്പോഴേ വരുള്ളൂ. ഇപ്പോഴേ വന്ന് നിൽക്കണ്ടല്ലോ. അപ്പോൾ മോളെയും കൊണ്ട് ഞങ്ങള് ഹോസ്പിറ്റലിലേക്ക് പോവുക കേട്ടോ. അപ്പം വയനാട് ജില്ലയിലുള്ള ഒരു ഹോസ്പിറ്റലാണ്. അപ്പം നിങ്ങൾക്ക് കാണാം, ഹോസ്പിറ്റലും എല്ലാം ഞങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കുറേ പേര് ഇവിടെ തീരെ കാണാത്തവർ, വയനാട് ജില്ലയെ കാണാത്തവർ. അന്നിപ്പം ഹോസ്പിറ്റലും എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കും കേട്ടോ. ഇവിടെ എല്ലാം മോളെ വീട്ടിൽ പോയതാണ്. ഇപ്പം മോളെ വീട്ടിൽ പോയി മോളെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ഒരുക്കപ്പാടാണ്. അപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് പണികളൊക്കെ ഉണ്ട്. അടിച്ചു വരണം, തുടക്കണം. നനക്കലും മെയിൻ പ്രശ്നമാണ്. നനുണ്ട്, എല്ലാം ഉണ്ട്. കുളിച്ച് മാറ്റി ഫ്രഷ് ആവണം. നവീരി എല്ലാം നിങ്ങൾക്ക് കാണാനോ. ആദ്യം തന്നെ ചെയ്യുന്നത് ഞാൻ വേസ്റ്റ് കുഴി കൊണ്ടുപോയി ഇടുക എന്നുള്ളതാണ്. രാത്രിയെല്ലാം വേസ്റ്റൊക്കെ ബക്കറ്റിലെടുത്ത് വെക്കും. അത് ഞാൻ എൻ്റെ വേസ്റ്റ് കുഴി കൊണ്ടുപോയി ഇടും. പിന്നെ എനിക്ക് നനക്കലിനെ നിർബന്ധമാണ്. ചെടികൾ എവിടെ പോവുകയാണെങ്കിലും നനക്കാതെ പോകാൻ പറ്റില്ലല്ലോ. കുറേ ചെടികളുണ്ടായി അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ്. രാവിലെ ആ പണി കഴിക്കണം. എവിടെ പോവുകയാണെങ്കിലും ആ പണി നമുക്ക് കഴിച്ചേ പറ്റൂ. പൂക്കളും പച്ചക്കറികളും. പശുവിനെ പോറ്റുന്നില്ല, അങ്ങനെ എവിടെയും പോകാൻ പറ്റൂല. പുല്ലരിയണോ, പശുവിനെ കറക്കണോ. അതുപോലെ എനിക്ക് ചെടികളെ നടുന്നത് കൊണ്ടേ എല്ലാം നനച്ച് പുല്ലൊക്കെ പറിച്ച് അങ്ങനെയൊക്കെ ആയിട്ടേ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വൈകുന്നേരം വാടിപ്പോയി കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പച്ചക്കറിയൊക്കെ നല്ലോണം നനച്ചു കൊടുത്തില്ലെങ്കിൽ ഇപ്പം മഴയില്ല, നല്ല വെയിലാ. പൂക്കളൊക്കെ കണ്ടില്ലേ, എങ്ങനെ നനക്കാണ്ടിരിക്കൂ. നനെല്ലാം കഴിഞ്ഞതിന് ശേഷം അടിച്ചു വാരാൻ അധികമൊന്നുമില്ല. എന്നാലും രാവിലെ എനിക്കൊന്ന് അടിച്ചു വാരണം. എന്തെങ്കിലുമൊക്കെ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ. അങ്ങനെ പൂക്കളൊക്കെ നോക്കുക, നനച്ചവൻ എനിക്കങ്ങനെയാ. എൻ്റെ പൂക്കളൊക്കെ നോക്കി എങ്ങനെ ഉണ്ട് എന്നൊക്കെ അറിയാം. പിന്നെ നനച്ച് കഴിഞ്ഞാൽ തുടച്ചില്ലെങ്കിൽ ആ സ്റ്റെപ്പുമ്മലൊക്കെ വെള്ളമായാൽ വെക്കി വീണൊക്കെ കഴിഞ്ഞ് വേഗം ചായയും കടി ഉണ്ടാക്കാൻ നോക്കി. പത്തിരിയും കോഴിക്കറിയും രാവിലെ കഴിച്ചിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. രാവിലെ പോയും വേണം. അങ്ങനെ പത്തിരിയൊക്കെ ചുട്ട് അങ്ങനെ ഞങ്ങള് സമയമായി പുറപ്പെട്ടു. ഈ ഡ്രസ്സ് മോള് വാങ്ങിത്തന്ന ഡ്രസ്സാ. ഈ ബാഗും എങ്ങനെയുണ്ട്, അടിപൊളിയാണോ? അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടു, ദ്വാരകെത്തി. നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ മക്കൾ രണ്ടാളും +2 പഠിച്ച സ്ഥാപന മാനന്തവാടി ഹൈസ്കൂൾ. പേര് കേൾക്കുമ്പോൾ തന്നെ ഞാൻ അറിയാണ്ട് എഴുന്നേറ്റ് നിന്ന് പോകും. കാരണം അത്രക്കും എൻ്റെ മക്കൾ ഈ ഉയർന്ന സ്ഥാനത്ത് എത്തിയത് ഈ സ്ഥാപനത്തിൽ പഠിച്ചതാണ്. അതിന്റെ കുറേ കാരണം ഉണ്ട്. അതിലൊന്നും ഇതാ പ്രധാനമായും. ഇതാണ് സ്കൂള്, ഗേറ്റ് ഉണ്ടിന്. ഇതിപ്പോ മാനന്തവാടി ടൗണിന്റെ ഹൃദയഭാഗ ഗാന്ധി പാർക്ക്. ഇവിടെ നേരെ പോവുകയാണെങ്കിൽ മൈസൂർ റോഡ്, ഇങ്ങനെ ഇങ്ങോട്ട് തിരിയാണെങ്കിൽ കണ്ണൂർ റോഡ്. ഞങ്ങൾക്ക് തിരിയേണ്ടത് കണ്ണൂർ റോഡിൽ. മോളതാ നിക്കുന്നത്. മോളെ പേര് ഹുദാന്നാട്ടോ. ഇപ്പോ വയനാട് ജില്ലയിലെ പേര് കേട്ടൊരു അമ്പലാണ് വള്ളിയൂർക്കാവ് അമ്പലം. ഇവിടെ ഉത്സവം നടക്കുമ്പോ ഒരു സംഭവം കേട്ടോ. മൊത്തം ഇവിടെ ബ്ലോക്കായി പോകും. ഒരു ഉത്സവം തന്നെയാണ്, വയനാട്ടുകാരെ ഒരു ഉത്സവം തന്നെ. ഇതാണ് വള്ളിയൂർക്കാവ് അമ്പലം. ഇവിടെ കുറെ കല്യാണങ്ങളൊക്കെ നടക്കും. കല്യാണം കുറച്ച് മേലെ ഉള്ള ഒരു ഹാളിൽ വെച്ചിട്ടോ ഞാൻ വന്നിട്ട്. പിന്നെ പനമരം ടൗണിലേക്ക് പനമരം പാലം നോക്കിയ നല്ല ഭംഗിയുള്ള പാലം. കമ്പളക്കാട്
മേപ്പാടിയാണല്ലോ ഞങ്ങൾ പോകുന്നത്. ബൈപ്പാസ് വഴിയാ പോകുന്നത് കേട്ടോ. ടൗണിലേക്ക് പോവുകയാണെങ്കിൽ ഭയങ്കര തിരക്കും ബ്ലോക്കും ഒക്കെ ആയി. അപ്പൊ ഇതാണ് ബൈപ്പാസ് തുടങ്ങി. ബൈപ്പാസ് കഴിഞ്ഞു. ഇനി ഞങ്ങൾ നേരെ മേപ്പാടി, കൽപ്പറ്റ മേപ്പാടി റോഡ്. മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളായത് വലുതായിട്ട് കാണാം. മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂൾ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി. മേപ്പാടി ടൗണിലെത്തിട്ടോ. ഈ റോഡാണ് ചൂരൽമല മുണ്ടക്കൈ കേട്ടിട്ടുണ്ടല്ലോ, ഉരുൾപൊട്ടല്. ആ നടന്നത് ഈ റോഡിൽ അങ്ങ് പോയാൽ മതിട്ടോ. ഇത് ഞങ്ങളിപ്പോ നേരെ പോകുന്നത് വിംസ് ഹോസ്പിറ്റലിലേക്കുള്ളത്. ഇതിന്റെ വലത് ഭാഗത്തുള്ള റോഡിൽ അങ്ങ് പോയാല് മുണ്ടക്കൈ റോഡാ. ഞങ്ങൾ പോയിരുന്നു. ഞങ്ങൾ പോകുന്ന വഴി കണ്ടോ ചായത്തോട്ടം. ഇതാണ് ഹോസ്പിറ്റലിന്റെ ഗേറ്റ് എത്തി. ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ്. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റോഡിന് രണ്ട് സൈഡ് നന്നായി പൂക്കളൊക്കെ പിടിപ്പിച്ചു. വന്ന് വന്ന് ഹോസ്പിറ്റൽ കാണാൻ തുടങ്ങിയതാ. അതാണ് ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഉള്ളിലൊരു സന്തോഷം. എന്റെ മോന് 2 കൊല്ലം BSc നഴ്സിംഗ് കഴിഞ്ഞ് എമർജൻസി മെഡിസിൻ പഠിച്ച കോളേജ് അത് കാരണം ഇന്നിപ്പോ മോന് നല്ലൊരു ജോലി ദുബായി കിട്ടിയത്. ഗേറ്റ് ഡോക്ടർ മൂപ്പൻ അക്കാഡമി, നസീറ നഗർ അല്ലേ. ഇതാണ് ഗേറ്റ്. എല്ലാ ഭംഗിയാ. ആ കാണുന്നത് വെള്ളം ഇങ്ങനെ ഒഴുകുന്ന കേട്ടോ. കാണുന്നുണ്ടോന്ന് അറിയില്ല നിങ്ങൾ. ഇതാ വെള്ളം ഇങ്ങനെ നേരിയ തോതിൽ വരുന്ന എന്ത് രസാ കാണാൻ. ഇതാണ് എൻട്രി. ഹോസ്പിറ്റലിലെത്തി. ഇതാണ് ഹോസ്പിറ്റൽ. ഈ ഫ്ലോറാ 4ാമത്തെ ഫ്ലോർ. ഞങ്ങൾ എവിടെ ഇറങ്ങണ്ടിയേ? ഇല്ല ഇല്ല, നമ്മളുടെ കൂടിയല്ലേ പോണ്ടി. ഇതാണ് കവാട്. വന്ന് പരിശോധന ഒക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുക. ക്യാൻറ്റീൻ ഫുഡ് സാധാ ഫുഡാ വാങ്ങി. സാമ്പാറ്, ചോറിന്റെ കറി, അച്ചാറ്, പപ്പടം. എല്ലാം കഴിഞ്ഞ് പോവുക. ലിഫ്റ്റ് നോക്കി നടക്കുക. വരുന്നവർക്ക് കൂട്ടിരിപ്പുകാർക്ക് ഇവിടെ ഇങ്ങനെ നല്ല സൗകര്യം. ആസ്റ്റർ വയനാട് എല്ലാം കഴിഞ്ഞു. പരിശോധന കഴിഞ്ഞ് TT വെച്ച് ഞങ്ങൾ തിരിച്ചു പോവുക. മിംസ് ഹോസ്പിറ്റൽ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ച. നല്ല ഭംഗിയാ. എന്താ ഹോസ്പിറ്റലിന്റെ മുൻഭാഗെത്തി. ഇവിടെയൊക്കെ നല്ല. ഇനി നമുക്ക് വേറെ ഗേറ്റിലൂടെ തിരിച്ചു പോണ വേറെ ഗേറ്റാല്ലേ. എന്താ ഇവിടുത്തെ ഗ്രൗണ്ടിൽ ഒരു KSRTC മാനന്തവാടിക്കായിരിക്കും. ഇവിടെ ബസ് ഉണ്ട്, ബസ് സർവീസ് ഉണ്ട്. ഇതാ പ്രൈവറ്റും അതാ അവിടെ. നല്ലോണം ആളുണ്ടല്ലോ. അതെന്താ കണ്ണൂരല്ലേ എന്നിട്ടല്ലേ അത് അല്ലേ? വരുന്ന അതിൽ കൂടെ ഇതാ പോകുന്നത് ഈ ഗേറ്റ്. പൂക്കള് കണ്ടോ, നല്ല ഭംഗിയ. ഇവിടെ നല്ല സെറ്റപ്പാ. KSRTC ഇതാ വരുന്ന് ഒക്കെ ഹോസ്പിറ്റലിലേക്കല്ലേ ബസ് സർവീസ്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ തിരിച്ചു വരുന്ന വഴിയാട്ടോ. നോക്ക്, ചായത്തോട്ടോ. എന്തൊരു ഭംഗിയോ ചായത്തോട്ടോ. മൊത്തം നോക്കി നിന്നു കേട്ടോ.
എന്താ ഹോസ്പിറ്റൽ തിരിച്ചു വരുന്ന വഴിയാ ഇത്. ചായത്തോട്ടം കണ്ടോ? അടിപൊളി ചായത്തോട്ടം. ഇവിടെ അങ്ങ് ഇറങ്ങിക്കൂടെ പോലും. അതുകൊണ്ടാ ഇറങ്ങാത്ത. അതുമല്ല വെയിലാവുമ്പോഴേ ആ ശരിക്കുള്ള കളറ് കിട്ടുന്നില്ല. അതാണ് വയനാടിന്റെ ഭംഗി. മല കണ്ടോ? മല നല്ല അടിപൊളി മല. മുട്ടിൽ യത്തീങ്കാനാന്ന് കേട്ടില്ലേ? മുട്ടിൽ യത്തീങ്കാന്റെ പേര് കേട്ട ഒരു യത്തീങ്കാനയാണ് ഇതാ. അതാണ് ഇത്. ഇവിടെ ഹൈസ്കൂൾ ഉണ്ട്, +2 ഉണ്ട്. ഇതാണ് കവാടം. മുട്ടിലെത്തി. ഇല്ല, ഞങ്ങള് നേരെ പോട്ടെ. എനിക്കധികം അടുത്തെത്തിയല്ലോ. എവിടെ പേപ്പറൊക്കെ എടുക്കും കേട്ടോ. ഫ്രൂട്ട്സ് എടുക്കാനാവൂലേ? ഇല്ല, വെള്ളേന് വേണ്ടിയിരുന്നു. വെള്ളം. ശരി, ഇതാ വീട് അവിടെ തന്നെയാ. എന്നാ ശരി കേട്ടോ, വിളിക്കുന്നാല്. TT വെച്ചിട്ട് പ്രശ്നമുണ്ടോ? എന്നാ ആയിക്കോട്ടെ. അങ്ങനെ ഹുദനെ ഇവിടെ ഇറക്കി ഞങ്ങൾ വീട്ടിൽ പോവാ. ഹുദന്റെ വീട് ഇതാ കാണുന്നതിന് വെച്ചാൽ റോഡ് പണിയാ. മുമ്പിൽ റോഡ് പണിയായിട്ട് അങ്ങോട്ടേക്ക് വണ്ടി പോവൂല. ഇനി അടുത്ത 20-ാം തീയതി പോയാൽ മതി ഹോസ്പിറ്റലിൽ. ഇത് തലശ്ശേരി കണ്ണൂർ റോഡാ. ഭയങ്കര വാഹനമുള്ള റോഡാ. മോളെ വീട്ടിൽ തന്നെ ആക്കിയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പുറപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.